ഓക്കെ, ഇത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ, ഒരു റൈബോസ് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഓ ഉണ്ട്, ഈ ഭാഗം നോക്കണ്ട, ഓ ഉണ്ട്, അതേപോലെ തന്നെ ഫുൾ റൈബോസ് ഷുഗർ എടുത്തു. ഇവിടെ CH2OH ആണ് ഐഡിയലി ഷുഗറിന്റെ കേസിൽ വരട്ടെ അല്ലെ, ഷുഗറിന്റെ കേസിൽ. അതിന്റെ കൂടെ അഡിനിൻ ജോയിൻ ചെയ്താൽ അഡിനിൻ C1-ലായിരിക്കും ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് CH2OH കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ലിങ്ക് ചെയ്താൽ അഡിനിലിക് ആസിഡ് എന്ന് പറയും. അഡിനിലിക് ആസിഡ് എന്ന് പറയും. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഒന്നും കൂടി വരച്ച് കാണിച്ചു തരണോ? ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കി, വീണ്ടും നമ്മൾ ഒരു ഷുഗർ വരച്ചു എന്ന് വിചാരിച്ചോ. ഇവിടെ താഴെ അപ്പൊ ഇതിന്റെ തന്നെ പോളിമർ ആണ്. ഇതൊരു ഒരു ന്യൂക്ലിയിക് ആസിഡ്, അതായത് അഡിനിലിക് ആസിഡ് ആയിട്ടേ ഉള്ളൂ. ഇനി ഈ ന്യൂക്ലിയിക് ആസിഡിന്റെ തന്നെ മൾട്ടിപ്പിൾ സാധനങ്ങൾ വരണം. അപ്പൊ ഞാൻ വീണ്ടും ഇത് വരച്ചു. നോക്കിയുടെ കുഞ്ഞുങ്ങളെ, ഓ വരച്ചു. എന്റെ റൈബോസ് ഷുഗർ ഞാൻ വരച്ചു. എന്റെ റൈബോസ് ഷുഗർ എനിക്ക് വരച്ചേ പറ്റുള്ളൂ. ഈ റൈബോസ് ഷുഗറിന്റെ കൂടെ ഞാൻ എന്ത് വരച്ചു? ഇപ്പൊ ഗ്വാനിൻ വരച്ചു. എന്റെ ഗ്വാനിൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ഓക്കെ, ഇതിന് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് നീക്കി വരച്ചോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ഓ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 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 ഇവിടെ ഞാൻ എന്റെ ഗ്വാനിനാണ് വരച്ചെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ അഡിനിൻ വന്നു, ഗ്വാനിൻ വന്നു. എന്നിട്ട് ഇവിടെ എന്താ വന്നേ? ഇവിടെ CH2 ഉണ്ട്, ഇതിന്റെ CH2 ഉണ്ട്, അതേപോലെ തന്നെ OH ആണ് ഐഡിയലി ഉണ്ടാവുന്നത് അല്ലെ. OH പകരം നമുക്ക് എന്താണുള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണുള്ളത്. P ഉണ്ട്, ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ OH ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു OH ആണില്ലേ എന്ന് വിചാരിച്ചോ. എനിക്ക് ഇവിടെ ഒരു OH ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു OH ഉണ്ട്. ഓക്കെ, ഇതെന്റെ ഫസ്റ്റ് കാർബൺ, ഇതെന്റെ സെക്കൻഡ് കാർബൺ, അതേപോലെ ഇതെന്റെ തേർഡ് കാർബൺ. ഓക്കെ, ഇതെന്റെ എത്രയാ? ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, അതുപോലെ തന്നെ ഇത് ഫോർത്ത് കാർബൺ, ഇത് ഫിഫ്ത്ത് കാർബൺ. ഓക്കെ ആണോ? ഇത് ഫിഫ്ത്ത് കാർബൺ. ഇനി ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇവിടത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഒരു OH, ഇത് ഞാൻ തിരിച്ചു വരച്ചു വിചാരിച്ചു. ഇവിടെ ഡബിൾ ബോണ്ട് O ഇരിക്കട്ടെ, ഇവിടെ OH ഇരിക്കട്ടെ. മോളില് ഞാനൊരു OH വരച്ചു, ഇവിടെ ഡബിൾ ബോണ്ട് O വരച്ചു. ഓക്കെ, ഈ OH ഗ്രൂപ്പും ഈ OH ഗ്രൂപ്പും കയറി ലിങ്ക് ചെയ്യും. ഈ OHും ഈ OHും, ഈ ആൽക്കഹോൾ ഗ്രൂപ്പും ഫോസ്ഫേറ്റിന്റെ ആൽക്കഹോൾ ഗ്രൂപ്പും കൂടി ലിങ്ക് ചെയ്യും. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? എസ്റ്റർ ബോണ്ട്. എസ്റ്റർ ബോണ്ട്. മനസ്സിലായോ? രണ്ട് സംഭവങ്ങൾ ജോയിൻ ചെയ്തത് കാരണം നമ്മൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും ഇതിനെ. എന്നിട്ട് വാട്ടർ റിമൂവ് ആയിട്ട് എന്ത് സംഭവിക്കും? ഇതിന്റെ ഇടയിൽ ഒരു ലിങ്കേജ് വന്നിട്ട് ഓ ഇങ്ങനെ കയറി ലിങ്ക് ആവും. മനസ്സിലായോ? ഇനി വീണ്ടും ഇവിടെ താഴെ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്കൊരു ഓക്സിജൻ വന്നു, എന്തോ ഒരു റൈബോസ് ഷുഗർ വന്നു, എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ CH2 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു O ഉണ്ട്, ഒരു ഫോസ്ഫറസ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിന് OH ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ നിന്നും O, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഈ OH മാറി ഇതുമായിട്ട് കയറി ലിങ്ക് ചെയ്യും. മനസ്സിലായോ? ആൻഡ് അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട് എന്റെ 3' എൻഡില്. മനസ്സിലായോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. പക്ഷേ ഇതിൽ നോക്കിയ ഈ ഭാഗത്തെ ഫോസ്ഫറസ് ഫ്രീ ആണ്. ഇത് 5' എൻഡ് ഫ്രീ ആണെന്ന് നമ്മൾ പറഞ്ഞു വിചാരിച്ചോ. 5' എൻഡ് ഫ്രീ ആണ്. താഴോട്ട് വരുമ്പോഴേ ഏറ്റവും ലാസ്റ്റ് കാർബണിൽ ഇത് ഫ്രീ ആയിരിക്കും. 5' എൻഡ് ഒരെണ്ണത്തിൽ ഫ്രീ ആണ്. വേറെ ആരുമായിട്ട് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ചെയ്യുന്നില്ല. ഏറ്റവും താഴത്തെ കാർബൺ 3' ആരുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോ ഇത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് വരച്ചു എന്ന് വിചാരിച്ചാ എനിക്കിത് 5' ഫ്രീ ആണ്, ഇവിടെ 3' ഫ്രീ ആണ് എന്ന് എനിക്ക് പറയാം. മനസ്സിലായോ? 5' എൻഡിൽ ഐഡിയിൽ ആരാ ഫ്രീ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഫ്രീ. ഇവിടെ ആരാണ് ഫ്രീ? OH ഗ്രൂപ്പ് ആണ് ഫ്രീ. തേർഡ് കാർബണിന്റെ OH ഗ്രൂപ്പ് ആണ് ഫ്രീ. മനസ്സിലായോ? എനിക്ക് 5' to 3' വന്നു എന്ന് പറയാം. അപ്പൊ ഇതില് എങ്ങനെയാ സംഭവിക്കണേ, എങ്ങനെ ഇരിക്കണേ എന്ന് നോക്കിയേ. ഇവിടെ നോക്കണ കുട്ടികളെ, ഇവിടെ ഇങ്ങനെ ഒരു ഷുഗർ, ഇതൊരു ഷുഗറിന്റെ മുകളിലെ നൈട്രജനസ് ബേസ്, ഈ ഷുഗർ അടുത്ത ഒരു ഫോസ്ഫേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഈ ഫോസ്ഫേറ്റ് ഷുഗറുമായിട്ട്, ഇപ്പൊ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുണ്ട്, ഇതൊരു ഷുഗർ, ഈ ഷുഗർ വീണ്ടും ഇവിടെ ഒരു നൈട്രജനസ് ബേസ്,
ഈ നൈട്രജനസ് ബേസിനെ നമുക്ക് ഉള്ളിലോട്ട് വരയ്ക്കാം. ഈ നൈട്രജനസ് ബേസിനെ എങ്ങോട്ടേക്ക് വരയ്ക്കാം? ഉള്ളിലേക്ക് വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ നൈട്രജനസ് ബേസ് എന്ന് വിചാരിച്ചോ. ഇതാണ് എന്റെ നൈട്രജനസ് ബേസ്. ഓക്കെ, അതേപോലെ ഇവിടെയും ഇത് നോക്കിയേ, എനിക്ക് ഇങ്ങോട്ടാണ് എന്റെ നൈട്രജനസ് ബേസ് പോയിന്റ് ചെയ്യുന്നത്, നൈട്രജനസ് ബേസ്. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്താ സംഭവിച്ചേ? ഇവിടെ O വന്നു, ഇവിടെ P വന്നു, P ഷുഗറുമായിട്ട് ജോയിൻ ചെയ്തു, ഇവിടെ ഒരു നൈട്രജനസ് ബേസ് ഉണ്ട്, ഇത് O വന്നു, പിന്നെ P വന്നു, എന്നിട്ട് ഷുഗർ. ഓക്കെ, നൈട്രജനസ് ബേസ് ഉള്ളിലോട്ട് പോയിന്റ് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഒരു ലാഡർ ലൈക്ക് സ്ട്രക്ചർ, ഇത് ഇങ്ങനെ ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ഫോം ചെയ്തു. ഇത് ഇപ്പുറത്തും അതേപോലെ ഉണ്ട്, ഒരു നൈട്രജനസ് ബേസ് ഉണ്ടാവും, ഒരു ഷുഗർ ഉണ്ടാവും, ഇപ്പുറത്തെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഈ ഷുഗർ കഴിഞ്ഞിട്ട് O ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു P ഉണ്ടാവും, ഈ P നിന്നും ഷുഗർ ഉണ്ടാവും, ഉള്ളിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു നൈട്രജനസ് ബേസ് ഉണ്ടാവും. അപ്പൊ ദിസ് ഇസ് ലൈക്ക് ദ ഫ്രെയിം വർക്ക്. എന്നിട്ട് നൈട്രജനസ് ബേസ് ആണ് ഉള്ളിലത്തെ ലാഡർ പോലത്തെ സാധനം, ആ സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നൈട്രജനസ് ബേസ് ആണ്. പക്ഷെ ബാക്ക് ബോൺ ആരാ ഫോം ചെയ്യുന്നത്? ഷുഗറും ഫോസ്ഫേറ്റും ബാക്ക് ബോൺ ഫോം ചെയ്യും. നൈട്രജനസ് ബേസ് ഇസ് ഗോയിങ് ടു ഫോം ദ സ്റ്റെപ്സ്. പക്ഷെ ഇതിൽ ഒരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. സേ ദിസ് ഇസ് ഫ്രം 5' to 3' ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും? ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഐഡിയലി ദിസ് ഷുഡ് ബി ഫ്രം, ഇപ്പുറത്തെ സാധനം ഷുഡ് ബി ഫ്രം 3' to 5'. ഇത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലേ ജോയിൻ ചെയ്യുള്ളൂ. ഇത്രയും മനസ്സിലായോ? ഒരെണ്ണം ഒരു സ്ട്രാൻഡ്, ഇപ്പൊ DNA ആണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA എങ്ങനെയാ? ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഒരെണ്ണം 5' അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ DNA വരച്ചു എന്ന് വിചാരിച്ചോ, ഇങ്ങനെ DNA വരച്ചു, ഇതൊരു സ്ട്രാൻഡ് ആണ്. ഇതെന്താണ്? ഇത് അടുത്ത സ്ട്രാൻഡ് ആണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ അതർ സ്ട്രാൻഡ്. ഓക്കെ, സോ യെല്ലോ സ്ട്രാൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫ്രം 5' to 3', the second strand is going to be from 3' to 5'. മനസ്സിലായോടെ കുട്ടികളെ? ഓക്കെ, ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് എന്റെ ലാഡർ എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ അഡിനിൻ, ദിസ് ഇസ് യുവർ നൈട്രജനസ് ബേസ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അഡിനിൻ is always going to pair with thymine. Thymine is always going to pair with adenine. Guanine always to cytosine. Cytosine to guanine. Thymine to adenine. എപ്പോഴും തൈമിനും അഡിനിനും ആണ് കോമ്പിനേഷൻ. Guanine always to cytosine. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? അഡിനിനും തൈമിനും തമ്മിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇതിൽ നോക്കിയ ഈ ഒരു ചെയിൻ, ഈ ഒരു റെഡ് സാധനം ഇങ്ങനെ വര ഫോം ചെയ്യുന്നത് ആരാണ്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ ആൻഡ് നൈട്രജനസ് ബേസ് സ്റ്റെപ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അഡിനിൻ ടു തൈമിൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഗ്വാനിൻ ടു സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട്. ഈ ബോണ്ട് എന്താ? നൈട്രജനസ് ബേസ് അഡിനിൻ ടു തൈമിൻ ഡബിൾ ബോണ്ട്, ഗ്വാനിൻ ടു സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട്. ഈ ബോണ്ട് എന്താ? ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഈ ബോണ്ട് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഓക്കെ ആണോടെ കുട്ടികളെ? ഇത്രയും മനസ്സിലായോ? തൽക്കാലം നിർത്താം. അടുത്തത്